സാറ് പറയുന്ന ഓരോ പോയിന്റും അതേപടി ഞാൻ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഗുണം എനിക്ക് ഓരോ എക്സാമിനും എനിക്ക് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാനും എല്ലാം എനിക്ക് പറ്റിയിട്ടുണ്ട്. എക്സാമുകൾ ഒരിക്കലും മിസ്സാക്കരുത്. എക്സാമുകളാണ് ഏറ്റവും നമുക്ക് ട്രൈ ചെയ്ത് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇത് എന്ന് പറയുന്നത് എക്സാമുകളാണ്. ഒരിക്കലും മിസ്സാക്കരുത് എക്സാമുകൾ. ഇന്ന് സഹകാരി റേസ് പ്ലസ് എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മരട് എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ സഹകാരിയുടെ ആദ്യ റാങ്കുകൾ ഒന്നൊന്നായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയിൽ കഴിഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് തല പരീക്ഷയിൽ 2ാം റാങ്ക് എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വളരെ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ജില്ലയാണ് എറണാകുളം ജില്ല. അപ്പോൾ എറണാകുളം ജില്ലയിൽ 2ാം റാങ്ക് മേടിച്ചിട്ടുള്ള സഹകാരിയുടെ മിടുക്കിയായിട്ടുള്ള സൂര്യയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ സൂര്യയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2019 ഡിസംബറിൽ ഇത് വിളിച്ച തൊട്ടുള്ള ഒരു പരിചയമാണ്. എങ്ങനെയാണ് ശരിക്കും സൂര്യ നമ്മളിലേക്ക് എത്തിപ്പെടുന്നത്? സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ നേരത്തെ ഫോളോ ചെയ്യുമായിരുന്നു. സാറിന്റെ സൗണ്ടാണ് അന്ന് ഒരു ശബ്ദം മാത്രം കേൾക്കുന്ന ആളെങ്ങനെ കണ്ടിട്ടില്ല തുടക്കത്തിൽ. പിന്നെ അതിന്റെ കീഴെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, ഗ്രൂപ്പിലേക്ക് വന്നു അല്ലേ. അങ്ങനെ ആദ്യം ശരിക്കും നമ്മളൊരു സൗജന്യ കോച്ചിങ് പരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അന്ന് തൊട്ടേ ഉള്ള ആളാണ് സൂര്യ. ഏകദേശം 1 വർഷം നമ്മൾ ഗ്രൂപ്പിലുണ്ടായിരുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കും. അത് സൂര്യ മാത്രമല്ല, അതിനകത്തുണ്ടായിരുന്ന എല്ലാ കുട്ടികളോടും അതുപോലെ ആക്കുവന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ക്രാഷ് ബാച്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്തല്ലേ. ക്രാഷ് ബാച്ചിൽ വന്നതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എനിക്ക് കുറച്ച് മോട്ടിവേഷൻ ക്ലാസ്സുകളായിരുന്നു കൂടുതലും വേണ്ടത്. അപ്പോൾ എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് അതിനെക്കുറിച്ചാണ്. പഠിക്കണ ഭാഗങ്ങളില്ലെന്നല്ല, അതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും കൂടുതലും സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടിരിക്കുന്നത്. ഓരോ പടി പുറകിലേക്ക് പോകുന്തോറും ഒരു 4 ഇരട്ടിയായിട്ട് ഫ്രണ്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു ക്ലാസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കാന്നുള്ളതാണ് അല്ലേ. നമ്മൾ തരുന്ന മോട്ടിവേഷൻ എപ്പോഴും എന്തുണ്ട്, ഒരു കൈയും കണക്കുണ്ട്. എപ്പോഴും ഒരു പരിധിക്കപ്പുറം വന്നിട്ട് കാര്യമില്ല. അങ്ങനെ സെൽഫ് മോട്ടിവേഷൻ എപ്പോഴൊക്കെ നമുക്ക് താഴോട്ട് പോയിട്ടില്ല? എന്തൊക്കെ സിറ്റുവേഷനിലാണ് താഴോട്ട് പോയിട്ടുള്ളത്? എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് സഹാരി റൈസ് പ്ലസിൻ്റെ ഒരു ക്ലാസ് കൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ അന്നാന്ന് പഠിക്കുമായിരുന്നു. പിന്നെ സാറ് പറയുന്ന ഓരോ പോയിന്റും അതേപടി ഞാൻ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഗുണം എനിക്ക് ഓരോ എക്സാമിനും എനിക്ക് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാനും എല്ലാം എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഗ്രൂപ്പ് സ്റ്റഡിയെ കുറിച്ച് പറയാമോ? ഗ്രൂപ്പ് സ്റ്റഡി എറണാകുളം ജില്ലയിൽ സൂര്യ, പിന്നെ സജീന, കവിത, മീനു എല്ലാവരും ചേർന്ന് ഒരു സെറ്റ് ടീമാണത് അവര്. അപ്പൊ അവരുടെ ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അവരുടെ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് മടി ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ഞാൻ ആദ്യം ഇത് നല്ലോണം പഠിച്ച് സാറ് പറയണ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോകും. ഇതിന് ശേഷം ഞാൻ അവരെ പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ രാവിലെ 3 മണിക്ക് എണീക്കാനും 4 മണിക്ക് എണീക്കാനും ഉറങ്ങിപ്പോണവരെ വിളിച്ചെണീപ്പിക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ആയിപ്പോയി. പക്ഷേ എല്ലാരും അല്ലെ, ആ ഗ്രൂപ്പിലുള്ള എല്ലാരും കയറി. ഞങ്ങൾ ഓരോ ഇത് വരുമ്പോഴും ആദ്യം ഓർക്കുന്നത് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. ഓരോ സംശയങ്ങളാണെങ്കിലും അപ്പോൾ ക്ലിയർ ചെയ്തു പോകും. അതിനനുസരിച്ചുള്ള എല്ലാം എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. അനിയന്മാരാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പുതിയ പരീക്ഷ ഒക്ടോബറിൽ വരാൻ പോകുന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് എന്താണ് പറഞ്ഞെടുക്കാനുള്ളത്? നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നാന്ന് ചെയ്തു പോവുക. ഇപ്പോൾ ക്ലാസ് കിട്ടുന്നത് അത് അന്നാന്ന് ഫോളോ ചെയ്ത്, ഇപ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം എക്സ്ട്രാ സമയം ഉണ്ടാക്കി അത് കവർ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എല്ലാ ദിവസവും അതാത് ക്ലാസ്സുകൾ ഫോളോ ചെയ്തു പോവുക. അതെ, എക്സാമുകൾ ഒരിക്കലും മിസ്സാക്കരുത്. എക്സാമുകളാണ് ഏറ്റവും നമുക്ക് ട്രൈ ചെയ്ത് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇത് എന്ന് പറയുന്നത് എക്സാമുകളാണ്. ഒരിക്കലും മിസ്സാക്കരുത് എക്സാമുകൾ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നന്നായിട്ട് പഠിക്കുക. ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഈ വരുന്ന പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് വന്ന് നിൽക്കുന്നൊരു ഉറപ്പോടു കൂടി എല്ലാവരും മുന്നോട്ട് പോവുക. താങ്ക് യു.